റബീഉൽ അവ്വലായല്ലേ. നമ്മളെ വീട്ടിലും നമ്മളെ നാടിലും പള്ളിയിലൊക്കെ മൗലിദിൻ്റെ ആരവങ്ങൾ വന്നു തുടങ്ങി. പക്ഷെ അതിനെ വളരെ വെറുപ്പോടുകൂടി രൂക്ഷ വിമർശനവുമായി കാണുന്ന ആൾക്കാരുണ്ട്. മൗലിദൊക്കെ ബിദഅത്താണ്, നബിൻ്റെ മേൽ സ്വതക്ക കൊടുക്കലൊക്കെ ബിദഅത്താണ്, അതൊന്നും ചെയ്യാൻ പാടില്ല, നബി തങ്ങൾ ചെയ്തിട്ടില്ല, നബി തങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, സ്വഹാബാക്കൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മറ്റും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണെങ്കിലോ വെള്ളിയാഴ്ച ജുമയാണെങ്കിൽ ജുമേൻ്റെ ഹുത്തുബയാണെങ്കിൽ അവർ മലയാളത്തിൽ ഓതും. നബിതങ്ങളും സ്വഹാബാക്കളും അറബിയിലല്ലാതെ മറ്റു ഭാഷകളിൽ ഓതിയതായി എവിടെയും റിപ്പോർട്ടില്ല. എന്നിട്ട് അവരോതുന്നതോ മലയാളത്തിൽ. അത് നബിതങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, സ്വഹാബാക്കളും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടേതായ ന്യായങ്ങൾ. നബിതങ്ങളെ മൗലിദ് വരുമ്പോൾ അത് ബിദ്അത്ത്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്തായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത്. വേറൊരായത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും റഹ്മത്തായി ഇറങ്ങിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചില്ലെങ്കിൽ വേറെ എന്ത് ദിനത്തിലാണ് സന്തോഷിക്കേണ്ടത്?